ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനം ലൂക്ക 6:19. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. വിശുദ്ധ അന്തോനീസ് പുണ്യവാളന്റെ ചരിത്രം 8-ാം ഭാഗം. ഉണ്ണീശോയും വിശുദ്ധ അന്തോനീസും. വിശുദ്ധ അന്തോനീസിന്റെ ചിത്രവും തിരുസ്വരൂപവും നമുക്ക് സുപരിചിതമാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഉണ്ണീശോ ഇരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. വിശുദ്ധ അന്തോനീസ് ചാറ്റനാവിലെ പ്രഭുവിന്റെ വസതിയിൽ രാത്രി കഴിച്ചുകൂട്ടിയ ദിവസം പതിവ് പോലെ അദ്ദേഹം ഉറക്കം വിളിച്ച് ധ്യാനനിരതനായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഉണ്ണീശോ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രാർത്ഥനാ പുസ്തകത്തിൽ കയറിയിരുന്നു. ആ സമയത്ത് അന്തോനീസ് താമസിച്ചിരുന്ന മുറിയിൽ നിന്നും നാലുപാടും പ്രവഹിച്ച പ്രഭാപൂരം കണ്ട് പ്രഭു മുറിക്ക് പുറത്തു വന്ന് നിന്ന് മുറിക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ കോമളനായൊരു ബാലനെ അന്തോനീസ് വഹിച്ചിരിക്കുന്നത് കണ്ടു. ശിശുവുമായി ഭക്തിപൂർവ്വം സ്നേഹസംഭാഷണം നടത്തിയ അന്തോനീസ് വളരെ ആനന്ദവാനായി കാണപ്പെട്ടു. ദർശനത്തിന് ശേഷം പ്രഭു അന്തോനീസിനോട് നിർബന്ധപൂർവ്വം അപേക്ഷിച്ചപ്പോൾ മാത്രമാണ് യേശുനാഥൻ ഉണ്ണീശോയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് ദർശനമരുളിയ സന്തോഷ വാർത്ത അദ്ദേഹം പ്രഭുവിനോട് പറഞ്ഞത്. ഈ വസ്തുത വെളിപ്പെടുത്തരുതെന്ന് പ്രഭുവിനോട് അദ്ദേഹം നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ അന്തോനീസിന്റെ ദേഹവിയോഗത്തിന് ശേഷം പ്രഭു ഈ ദൃക്സാക്ഷി വിവരണം വെളിപ്പെടുത്തുകയും അതനുസരിച്ച് അധികാരികൾ അദ്ദേഹത്തിന്റെ പ്രതിമയും ചിത്രങ്ങളും നാം ഇന്ന് കാണുന്ന രീതിയിൽ ഉണ്ണീശോയോടുകൂടി ചിത്രീകരിക്കുകയായിരുന്നു. വിശുദ്ധ അന്തോനീസിന്റെ വേർപാട്. കേവലം 37 വയസ്സ് മാത്രമേ ഉള്ളുവെങ്കിലും ദീർഘമായ പ്രസംഗങ്ങളും തപസ്സും ഉറക്കമൊഴിഞ്ഞുള്ള പ്രാർത്ഥനയും മൂലം അന്തോനീസ് വിവശനായി. പ്രസംഗ പര്യടനവും പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് ഏകാന്തവാസവും തപശ്ചര്യകളുമായി ശിഷ്ടകാലം കഴിച്ചുകൂട്ടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. പാതുവായിൽ നിന്നും ഏതാനും മൈൽ അകലെയുള്ള കാസൽ ഫോണിൽ പ്രഭുവിന്റെ ഒരു തോട്ടത്തിൽ ഒരു പർണശാല നിർമ്മിച്ച് അതിൽ അദ്ദേഹം താമസമാക്കി. 2 സഹോദരന്മാരെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥനയിലും തപസ്സിലും ദിവസങ്ങൾ ചിലവഴിച്ചു. ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത. ശരീരം തളർന്നു വീഴുവാൻ പോകുന്നത് കണ്ട് സഹോദരന്മാർ അദ്ദേഹത്തെ താങ്ങി പിടിച്ചു കിടത്തി. പാതുവായിൽ ഉടനെ തന്നെ എത്തിക്കണമെന്നും അവിടെ ജീവിതയാത്ര അവസാനിപ്പിക്കണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ ഉത്കടമായ ആഗ്രഹം അദ്ദേഹം സഹോദരന്മാരെ അറിയിച്ചു. ഉടനെ തന്നെ കാളവണ്ടി വരുത്തി അന്തോനീസിനെ അതിൽ കിടത്തി പാതുവായ്ക്ക് പുറപ്പെട്ടു. എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ രോഗം മൂർച്ഛിക്കുക കാരണം സമീപത്തുണ്ടായിരുന്ന ക്ലാരമഠം വക സന്ദർശക മുറിയിൽ അദ്ദേഹത്തെ കിടത്തി. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് വൈദികനെ വരുത്തി ദിവ്യകാരുണ്യവും രോഗീലേപനവും സ്വീകരിച്ചു. അധികം താമസിയാതെ നില വഷളായി. മരണവേദന സസന്തോഷം സഹിച്ച് പ്രാർത്ഥനകൾ ഉരുവിട്ട് സുസ്മേരവദനായി അദ്ദേഹം കിടന്നിരുന്നു. താമസം വിന ആ പാവനാത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. 1231 ജൂൺ 13 ആ പുണ്യാത്മാവിന്റെ വേർപാട്. വിശുദ്ധ അന്തോനീസ് അന്ത്യയാത്ര പറഞ്ഞ അർസലായിലെ ക്ലാരമഠം വക ചാപ്പലിൽ ഒരു പൂജ്യാവശിഷ്ടം സംസ്കരിക്കണമെന്ന് മഠാധിപതിയും അന്നാട്ടുകാരും നിർബന്ധം പിടിച്ചു. എന്നാൽ തങ്ങളുടെ സഭാംഗമായ അദ്ദേഹത്തെ പാതുവായിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണമെന്ന് സഭാംഗങ്ങളും ശഠിച്ചു. ശവമഞ്ചത്തിൽ സ്പർശിക്കുവാനും പൂജ്യ ശരീരം ഒരു നോക്ക് കാണുവാനും ജനം പ്രവഹിച്ചു കൊണ്ടിരുന്നു. തർക്കം മൂലം സംസ്കാരം 4 ദിവസം കഴിഞ്ഞു മാത്രമാണ് നടത്തുവാൻ സാധിച്ചത്. അവസാനം രാഷ്ട്രീയ അധികാരികളുടെ പിന്തുണ സമ്പാദിച്ച് വൻ ജനാവലിയുടെ അകമ്പടിയോടെ വിലാപയാത്രയായി പാതുവായിൽ കൊണ്ടുവന്ന് സെന്റ് മേരീസ് ആശ്രമത്തിലെ ചാപ്പലിൽ പൂജ്യമായി സംസ്കരിച്ചു. അടുത്ത വർഷം തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ മരണ ദിവസം മുതൽ തന്നെ അനേകം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഇന്നും അത് തുടരുന്നു. പാതുവ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. നമുക്ക് വിശുദ്ധ അന്തോനീസിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.